ഹലോ എവരി വൺ. നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ കോൺസെപ്റ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻട്രാക്ഷൻ വിത്തിൻ ദി ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ വിഷ്വലൈസേഷൻ കോണ്ടെക്സ്റ്റ് ഈസ് എ മെക്കാനിസം ഫോർ മോഡിഫൈങ് വാട്ട് ദി യൂസർ സീ ആൻഡ് ഹൗ ദേ സീ ഇറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ വെച്ച് നമ്മളൊരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കുമ്പോൾ അത് ആ യൂസർ അതിൽ നിന്ന് എന്തൊക്കെ കാണുന്നു, അതിൽ നിന്ന് എന്തൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കുന്നു, അങ്ങനെ നമ്മൾ ഡേറ്റ വെച്ച് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻട്രാക്ഷൻ കോൺസെപ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ അകത്ത് പലതരം ക്ലാസ്സുകളുണ്ട്. ഇൻട്രാക്ഷൻ ടെക്നിക്സ് ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ട് പല പല ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നാവിഗേഷൻ, സെലക്ഷൻ, ഫിൽറ്ററിങ്, റീകോൺഫിഗറിങ്, എൻകോഡിങ്, കണക്റ്റിംഗ്, അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ഇലാബറേറ്റിംഗ്, അബ്സ്ട്രാക്റ്റിംഗ് ഓർ ഇലാബറേറ്റിംഗ്, പിന്നെ ഹൈബ്രിഡ്. ഈ 7 മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് നാവിഗേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നാവിഗേഷൻ ഓപ്പറേറ്റേഴ്സ്. നാവിഗേഷൻ നമുക്ക് എക്സ്പ്ലോറേഷൻ എന്നും കൂടെ വിളിക്കാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാകേണ്ട രീതിയിലേക്ക് ആ ഡേറ്റ നമ്മളെ ഡ്രിവൻ ചെയ്യുന്നത്, നമ്മളെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ, ഇപ്പോൾ നാവിഗേഷൻ ഈസ് യൂസ്ഡ് ടു സെർച്ച് ഫോർ എ സബ്സെറ്റ് ഓഫ് ഡേറ്റ ടു ബി viewed, the orientation of this view and the level of details. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കി പോകാൻ നേരത്തെ അതിൻ്റെ അകത്തുനിന്നൊരു സബ്സെറ്റ്, അതായത് അതിൻ്റെ അകത്തുനിന്നൊരു പോർഷൻ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടിയൊരു പോർഷൻ, അങ്ങനത്തെ ഒരു പോർഷൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതായത് ആ ഡേറ്റ നമ്മളൊന്ന് സൂം ചെയ്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്കെയിലിംഗ് ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് കൂടുതൽ ആ വ്യൂവേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ രീതിയിൽ അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ ആ വിഷ്വലൈസേഷൻ നമ്മൾ മാറ്റും. ആ ഒരു പോർഷനിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു സാധനം കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണിക്കാൻ ശ്രമിക്കും, വ്യൂവേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദി സബ്സെറ്റ് ഇൻ ക്വസ്റ്റ്യൻ മേ ബി വൺ ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ സം വിഷ്വൽ പാറ്റേൺസ് ഓർ വൺ ഓൺ വിച്ച് ഫർദർ ഓർ മോർ ഡീറ്റെയിൽഡ് എക്സ്പ്ലറേഷൻ ഈസ് ഡിസൈഡ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന സാധനത്തിന് നമ്മൾ കൂടുതൽ എക്സ്പ്ലോറേഷൻ വേണ്ടതാണെങ്കിൽ നമ്മളത് കുറച്ചും കൂടെ എടുത്ത് കാണിക്കാൻ ശ്രമിക്കും, അതൊന്ന് വലുതാക്കി കാണിക്കാനോ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കും. അത് നാവിഗേഷൻ ഓപ്പറേറ്റേഴ്സ് ക്യാൻ വർക്ക് ഇൻ ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് കോർഡിനേറ്റ്സ് വിത്തിൻ ദെയർ പർട്ടിക്കുലർ സ്പേസസ്. Incremental navigation may have different granularities depending on whether the user wants a small or significant change. Incremental navigation എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നാവിഗേഷൻ എന്ന് പറയുന്നത് എന്താ ഡിഫറെൻറ്റ് ഗ്രാനുലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ യൂസർ എങ്ങനെയാണാവോ ആ ഒരു ഡേറ്റ വ്യൂവേഴ്സിന് മനസ്സിലാക്കേണ്ടത്, അതായത് ആ ഡേറ്റ കാണുമ്പോൾ എന്താണോ വ്യൂവർ മനസ്സിലാക്കേണ്ടത് എന്ന രീതിയിലേക്കായിരിക്കുമല്ലോ നമ്മൾ ആ വിഷ്വലൈസേഷൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് ചെയ്യാൻ നേരത്തെ ആ ലെവൽ ഓഫ് ഡീറ്റെയിൽസ്, അതായത് ഗ്രാനുലാരിറ്റി നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതായത് ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ഏതിലാണോ, ഇപ്പോൾ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് കുറച്ച് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതിയായിരിക്കും വ്യൂവറിനെ. അതായിരിക്കും ആ യൂസർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. വ്യൂവർ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ ആ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് കുറച്ച് മാത്രം ഇടും. വ്യൂവർ കുറച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് കുറച്ച് കൂട്ടിയിടും, അതായത് ഗ്രാനുലാരിറ്റി കുറച്ച് കൂട്ടിയിടും. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ നാവിഗേഷൻ ക്യാൻ ബി യൂസർ ഡ്രിവൻ ഓർ ഓട്ടോമാറ്റിക്. അത് എന്താണ്, ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആവാം, അല്ലെങ്കിൽ യൂസർ ഡ്രിവനിലായിട്ട് നാവിഗേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്ന നേരത്ത് സെലക്ഷൻ ഓപ്പറേറ്റേഴ്സ്. Okay, selection operators. In selection operators, the user isolates a subset of the display components which will then be subjected to some other operations such as highlighting, deleting, masking or moving to the center of focus. അതായത് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യത്തില്ല, കുറച്ച് വാക്കുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. പിന്നീട് അതിന് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് കൊടുക്കുക, അതായത് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് സെലക്ട് ചെയ്തതെങ്കിൽ അങ്ങനെ, അഥവാ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്ക് ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ടു ദി സെൻറ്റർ ഓഫ് ഫോക്കസ്, അതായത് ആ സാധനത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തത്. Many variations of selections have been developed to date. These decisions need to be made on what the results should be for a sequence of selections.
For example, should a new selection replace the previous selection or supplement the previous selection? The granularity of selection is also an issue. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ പിന്നീട് വേറെ ഒരു ഡേറ്റ സെലക്ട് ചെയ്യുകയാണെങ്കിലും നേരത്തെ സെലക്ട് ചെയ്ത ഡേറ്റ മറന്നിട്ട് വേണോ അടുത്ത ഡേറ്റ സെലക്ട് ചെയ്യാൻ, അഥവാ രണ്ടും കൂടെ ഒരുമിച്ച്, അതായത് കൺട്രോൾ പ്ലസ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യത്തില്ലേ, രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേത് അടുത്ത വീണ്ടും വേറൊരു സാധനത്തിലേക്ക് നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരിക്കാം വീണ്ടും സെലക്ട് ചെയ്യുന്നത്. അത് അങ്ങനത്തെ സാധനം. അതായത് ലെവൽ ഓഫ് ഡീറ്റെയിൽസ്, ഗ്രാനുലാരിറ്റി നമ്മൾ ഇതിൻ്റെ അത് നോക്കും. ലെവൽ ഓഫ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കും. നമ്മളൊക്കെ എന്തുമാത്രമാണാവോ ആ ഒരു വ്യൂവറിന് നമ്മൾ എന്തുമാത്രമാണാവോ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതുമാത്രമാണാവോ വ്യൂവർ മനസ്സിലാക്കേണ്ടത്, അതനുസരിച്ച് മാത്രമേ നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്യത്തുള്ളൂ. Clicking on an entity in the display might result in selection of the smallest addressable component or might target a border region around the specified location. അത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് തന്നെ സെലക്ട് ആവുന്നതിനെ പറ്റി പറയുന്നതേ ഉള്ളൂ. സെലക്ട് ആകുന്ന രീതിയെ പറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സെലക്ഷൻ ക്യാൻ ബി ആർട്ടിക്കുലേറ്റഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുന്ന നേരത്ത് എക്സ്പ്രസ്ഡ് എന്നാണ്. സെലക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. ദ യൂസർ മേ ക്ലിക്ക് ഓൺ എൻറ്റിറ്റീസ്, പെയിൻറ്റ് ഓവർ എ സെലക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് ഓർ അതർവൈസ് ഐസൊലേറ്റ് ദി എൻറ്റിറ്റീസ് via techniques such as bounding boxes and lassos. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാധനം സെലക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഒരു ആ ഒരു എൻറ്റിറ്റീനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കാൻ നേരത്ത് അതിൻ്റെ പൊക്കത്തോടെ ഇങ്ങനെ ഈ പെയിൻറ്റ് ഓവർ എ സെലക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കാൻ നേരത്ത് അത്രയും ഭാഗം ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ട് വരത്തില്ലേ, ആ ഒരു സാധനം. അതർവൈസ് ഐസൊലേറ്റ് ദി എൻറ്റിറ്റീസ് വിയ ടെക്നിക്സ് സച്ച് ആസ് ബൗണ്ടിങ് ബോക്സസ് ആൻഡ് ലാസോയ്സസ്. അത് തന്നെ ആ ഒരു ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫൈനലി, സെലക്ഷൻസ് മേ ബി പെർഫോംഡ് ഇൻ ആൻ ഇൻഡയറക്റ്റ് മാനർ വെയർ ദി സിസ്റ്റം സെലക്ട്സ് എലമെൻറ്റ്സ് that match a user's input set of constraints. For example, would be the selection of nodes in a graph that have a user specified distance from a selected node. അതായത് സെലക്ഷൻസ് നമുക്കൊരു ഇൻഡയറക്റ്റ് മാനറിലും നമുക്ക് നടത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്രാഫിൻ്റെ അകത്തുള്ള നോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഫിൽറ്ററിങ് ഓപ്പറേറ്റേഴ്സിനെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫിൽറ്ററിങ് ഓപ്പറേറ്റേഴ്സ്. Filtering, as the name implies, reduces the volume of data to be visualized by setting constraints specifying the data to be preserved or removed. അതായത് ഡേറ്റ ഫിൽട്ടർ ചെയ്യുക, ഡേറ്റ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കളയുക, അല്ലെങ്കിൽ ബാക്കിയുള്ളത് മാറ്റി വെക്കുക. റേഞ്ച് ക്വയറീസ് ആർ ജസ്റ്റ് വൺ ഫോം ഓഫ് ഫിൽറ്ററിങ്. One might also select items from a set or list to preserve or hide, such as column hiding operation in Excel. The figure below shows the effects of filtering on a visualization to simplify the view and ease interpretation. ഇതാണ് ആ ഫിഗർ. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിഷ്വലൈസേഷൻ ഫിൽറ്ററിങ് എന്തുമാത്രം വിഷ്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിൽറ്ററിങ് ആൻഡ് സെലക്ഷൻ ഫോളോഡ് ബൈ deletion or masking is subtle but important point. അതിൻ്റെ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫിൽറ്ററിങ്ങും സെലക്ഷൻ ഫോളോഡ് ബൈ ഡിലീഷൻ ഓർ മാസ്കിങ്ങും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഫിൽറ്ററിങ് ഇൻ ജനറൽ ഈസ് മോസ്റ്റ് ഓഫൺ ഡൺ ഇൻ ആൻ ഇൻഡയറക്റ്റ് മാനർ. എക്സാമ്പിൾ, ദി ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ ഈസ് നോട്ട് പെർഫോംഡ് ഓൺ ദി ഡേറ്റ വിഷ്വലൈസേഷൻ ഇറ്റ്സെൽഫ് ബട്ട് വിയ എ സെപ്പറേറ്റ് ഇൻ്റർഫേസ് ഓർ ഡയലോഗ് ബോക്സ്. അതായത് ഫിൽറ്ററിങ് ഡയറക്റ്റായിട്ട് നമ്മൾ വിഷ്വലൈസേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു സെപ്പറേറ്റ് ഇൻ്റർഫേസ് അഥവാ ഒരു ഡയലോഗ് ബോക്സിലേക്കാണ് നമ്മൾ ഫിൽറ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. In fact, filtering is often done prior to viewing the data to avoid overloading the data display. Selection is most often done in a direct manner by indicating object on visualization via mouse motions, for example. അതായത് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്
എന്താണ് നമ്മൾ ചെയ്യുന്നത് ആ ഡേറ്റേനെ വ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫിൽറ്ററിങ് ചെയ്യുന്നുണ്ട്. അത് ഫിൽറ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡേറ്റേനെ വ്യൂ ചെയ്യുന്നത് തന്നെ. പക്ഷേ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് റീകോൺഫിഗറിങ് ഓപ്പറേറ്റേഴ്സാണ്. Reconfiguring the data within a particular visualization can often be used to expose features or cope with complexity or scale. Reconfiguring എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഡേറ്റനെയൊക്കെ റീഓർഡറിങ് ചെയ്യുന്നൊരു സംഭവമാണ്. By reorganizing the data, different views are provided to the user. റീഓർഗനൈസ് ചെയ്യാൻ നേരത്ത് ഡിഫറെൻറ്റ് വ്യൂസ് യൂസറിന് ലഭിക്കും. For example, a powerful tool with table-based visualization is to sort the rows or columns of the data to highlight trends and correlation. അതായത് ഒരു ടേബിൾ രീതിയിൽ നമ്മളൊരു ഡേറ്റ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുതിയ ട്രെൻഡ്സും കോറിലേഷൻസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Other types of reconfigurations might be to change the dimension being used to control the x and y coordinates of a plotted marker, or even to derive positions based on transformations of the data. അതായത് വേറെ ടൈപ്പിലുള്ളൊരു റീകോൺഫിഗറേഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ അകത്തുള്ള എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും തമ്മിലുള്ള സ്കെയിൽ ഡയമെൻഷൻസ് മാറ്റി കൊടുക്കുകയും അങ്ങനെയും നമുക്ക് ഡേറ്റാസ് റീകോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അടുത്തത് എൻകോഡിംഗ് ഓപ്പറേറ്റേഴ്സ്. Any given data set can be used to generate countless different visualizations. And recording can provide the user a library of possible different types of visualizations, features of the data that can be difficult or impossible to see with one such mapping might become quite apparent in another. അതായത് നമുക്ക് ഒരു ഡേറ്റാ സെറ്റ് നമുക്ക് കൗണ്ട്ലെസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വിഷ്വലൈസേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് വൺ ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ വെച്ച് നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഡേറ്റാസിന് നമുക്ക് കാണിക്കാൻ ഒരേ ടൈപ്പിലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതായത് നമുക്കത് ഇപ്പോൾ ലൈൻസൊക്കെ പ്ലോട്ട് ചെയ്യാൻ നേരത്തെ സെയിം കളേഴ്സ് ഓഫ് ലൈൻസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. Many visualization tools today support multiple types of visualizations because no single visualization is effective for all tasks that need to be carried out by the user. Each visualization is most suitable for a subset of data types, data set characteristics, and user tasks. Other forms of encoding operators include those that modify the color map used, the size of graphical entities, and their shape. അതായത് നമുക്ക് പലതരത്തിലുള്ള ഡേറ്റാസ് നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ നമ്മളതിന് പലതരത്തിലുള്ള കളറുകൾ കൊടുത്തും പലതരത്തിലുള്ള ഷേപ്പുകളും കൊടുത്തും നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. These can be considered variations within a particular types of visualizations and can be used to emphasize or reveal features of interest. Even limitations of some visualizations can be overcome using variations. The overlapping issue in scatter plots where occluded points are not visible can be overcome by jittering the points or making the size of the points reflect the number of points at the same position. അത് സ്കാറ്റർ പ്ലോട്ട്സിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുക ഡിഫറെൻറ്റ് ഡേറ്റാസിന്. അതാകുമ്പോൾ നമുക്ക് എല്ലാം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈൻസ് ആണെങ്കിൽ പലതരത്തിലുള്ള കളർ കൊടുക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്ലോട്ട്സുകളാണെങ്കിൽ പലതരത്തിലുള്ള ഷേപ്പുകളും മറ്റുമൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് കണക്ഷൻ ഓപ്പറേറ്റേഴ്സാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ എ ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് സെലക്ഷൻ ഓപ്പറേറ്റർ ഈസ് ടു ലിങ്ക് ദി സെലക്റ്റഡ് ഡേറ്റ ഇൻ വൺ വ്യൂ
to the corresponding data in other view. സെലക്ഷൻ ഓപ്പറേറ്റേഴ്സ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റേനെ ഒരു വ്യൂ കൂടാതെ അതിനെ ഒരു ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് വ്യൂവിൽ നിന്നും കൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. Linked selection is probably the most common form of communication between windows found in modern visualization tools. Its popularity stems in large part of the fact that each view of one's data can reveal interesting features, and that by highlighting such a feature in one view, it is possible to build more complete mental model of the future by seeing how it appears in other view. അതായത് പല വ്യൂവിൽ നിന്ന് നമ്മൾ ആ ഡേറ്റാസിനെ കാണാൻ നേരം നമുക്ക് പല അറിവുകൾ നേടാൻ സാധിക്കുകയും പല കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും പല വ്യൂസിൽ നിന്ന്. ദിസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് റിവീൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻ ദി ഡേറ്റാ സെറ്റ്. എല്ലാം തമ്മിലുള്ളൊരു റിലേഷൻസൊക്കെ മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. ആ തന്നിരിക്കുന്ന ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ സെയിം ഡേറ്റാസിനെ തന്നെ പല വ്യൂസിൽ നിന്ന് കാണിച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പല വ്യൂസിൽ നിന്ന് കാണാൻ നേരം നമുക്ക് പല രീതിയിൽ ആ ഡേറ്റാനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും, കൂടുതൽ ആ ഡേറ്റ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ ഓർ ഇലാബറേഷൻ ഓപ്പറേറ്റേഴ്സ്. In dense data and information displays, it is often desirable to focus on a subset of the data to acquire details while reducing the level of details on other parts of the data set. അതായത് ഒരു ഡെൻസായിട്ടുള്ള കുറേ ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയൊരു സാധനത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാര്യം അത്രമാത്രം വലുതായിരിക്കും നമ്മളിലേക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ. അപ്പോൾ അങ്ങനെ ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കുറച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനത്തിനകത്ത് മാത്രം നമ്മൾ ഹൈ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കും. ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വലുതായിട്ട് നോക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് തപ്പിയെടുക്കത്തുള്ളൂ. One of the most popular techniques of this type is using distortion operators. While some researchers classify distortion as a visualization technique, it is actually a transformation that can be applied to any type of visualization. Like panning and zooming, distortion is useful for interactive exploration. Many distortion operators have been proposed in the past. These include methods that distort the entire space being analyzed, and others have more localized effects. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അബ്സ്ട്രാക്ഷൻ ഇലാബറേഷനൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടുന്ന ഒരു മോസ്റ്റ് പോപ്പുലർ ടെക്നിക്കിൽ ഒന്നായിരുന്നു ഈ ഡിസോർഷൻ എന്ന് പറയുന്ന സാധനം. ചില റിസർച്ചേഴ്സ് പക്ഷേ ഡിസോർഷൻ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഡിസോർഷൻ ഏത് തരത്തിലുള്ള വിഷ്വലൈസേഷനും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ലൈക്ക് പാനിങ്ങും സൂമിങ്ങും ഒക്കെ പോലെ ഡിസോർഷനും ഒരു ഇൻട്രാക്റ്റീവ് എക്സ്പ്ലോറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഓപ്പറേറ്ററാണ്. The distortion may take place within the original visualization or may appear in a separate window. Distortions vary in the features that are preserved and the amount of context maintained. അതായത് ഡിസോർഷൻസ് ഒറിജിനൽ വിഷ്വലൈസേഷനിലോ അഥവാ ഒരു സെപ്പറേറ്റ് വിൻഡോയിലോ ആയിരിക്കും നടക്കുന്നത്. ഈ ഡിസോർഷൻസ് അതിൻ്റെ ഫ്യൂച്ചേഴ്സിൽ വാരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് ഓഫ് കോണ്ടെക്സ്റ്റ് മെയിൻറ്റെയിൻഡ് അതിൽ വെച്ചിട്ടാണ് അത് വാരി ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഡിസോർഷൻ ടെക്നിക്സ് സ്ട്രൈവ് ടു റീഡബിലിറ്റി വിത്തിൻ എ സ്മോൾ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് with the rest of the text positioned to reinforce document structure but not generally readable. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡിസോർഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ മാത്രം നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് അതായത് നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനത്ര ഫോക്കസ് കൊടുക്കത്തില്ല. ആ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന റീഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ മെയിനായിട്ട് വായിക്കത്തുള്ളൂ. For other type of distortion, it is important that the undistorted and compressed region continue to convey useful information while details are provided in the focus area. അടുത്ത
അടുത്തതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസോർഷൻ ഓപ്പറേറ്റേഴ്സ് ലീനിയറും നോൺ ലീനിയറും ആകാം വിത്ത് സീറോത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർഡർ കണ്ടിന്യൂറ്റി. ഓപ്പറേറ്റേഴ്സ് എന്താണ് operate on structures rather than on continuous spaces and thus may be specified to a particular type of operand. Different operators have different footprint. Example, the shape and extent of the space affected by the transformation. Common footprint shapes include rectangular and circular and their analogues hyperboxes and hyperellipses for higher dimensional spaces. കോമൺ ആയിട്ടുള്ള ഫുട് പ്രിൻറ്റ് ഷേപ്സ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ അഥവാ സർക്കുലർ ആണ്. എക്സ്റ്റെൻസ് ആർ യൂഷ്വലി സ്പെസിഫൈഡ് ബൈ എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ വിത്തിൻ എ സ്പേസ് ബീങ് ഡിസോർട്ടഡ് and are often multidimensional. These extents can be fixed or variable, user control or driven by the semantics of the information. Finally, operators generally have a variable degree of magnification depending on the level of detail desired. ലെവൽ ഓഫ് ഡീറ്റെയിൽസിനനുസരിച്ച് ഒരു ഡിസൈഡ് ലെവലായിട്ടുള്ളൊരു ഡിഗ്രി ഓഫ് മാഗ്നിഫിക്കേഷൻ എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഉണ്ടാകും. അങ്ങനെ ഇതോടെ എൻ്റെ പോർഷൻസ് തീർന്നിരിക്കുകയാണ്. താങ്ക് യു.